മുമ്പത്തെ പോലെ നല്ല അറ്റ്മോസ്ഫിയർ ആകെ മാറി. സത്യം പറഞ്ഞാൽ എല്ലാ എക്സാം ഒരേപോലെ തന്നെയായിരുന്നു, പക്ഷെ അത്ര സീരിയസ് അല്ലായിരുന്നു. ഇതൊരു ഹോബി പോലെ. കാരണം എന്താന്ന് വെച്ചാൽ സ്റ്റുഡൻസ് അങ്ങോട്ട് ചോദ്യം ചോദിക്കാനും തുടങ്ങി. അതിൽ നിന്നും നമുക്ക് എക്സ്പീരിയൻസ് കിട്ടുമല്ലോ. എനിക്ക് എന്താ ചെയ്യേണ്ടതെന്നുള്ളൊരു തപ്പിപ്പിടുത്തം ഉണ്ടായിരുന്നു. തിങ്കിൽ വന്നതിന് ശേഷമാണ് അതൊക്കെ മാറിയത്. ഹലോ എവ്രി വൺ, ഇന്ന് നമ്മുടെ കൂടെ ഉള്ളത് നമ്മുടെ NID ടോപ്പറായ മിസ്റ്റർ മുഹമ്മദ് അനസ് ആണ്. ഹായ് അനസ്. ഹായ്, എൻ്റെ പേര് മുഹമ്മദ് അനസ്. ഞാൻ പാലക്കാട് നിന്ന് വരുന്നു. തൃശ്ശൂരാണ് പഠിച്ചത്, റിപ്പീറ്റർ ബാച്ച്. എനിക്ക് NID കാറ്റഗറി റാങ്ക് 30 ആയിരുന്നു. NID അഹമ്മദാബാദ് കിട്ടിയിട്ടുണ്ട്. ഐ എം ബ്ലെസ്ഡ്. എന്തുകൊണ്ടാണ് ഡിസൈൻ ഫീൽഡ് ചൂസ് ചെയ്യാനുള്ള കാരണം? എനിക്ക് ചെറുപ്പത്തിൽ തൊട്ട് തന്നെ ഡിസൈൻ നല്ല ഇഷ്ടമാണ്. പണ്ട് തൊട്ട് അങ്ങനെ വരച്ചിരുന്നു, പക്ഷെ അത്ര സീരിയസ് അല്ലായിരുന്നു. ഇതൊരു ഹോബി പോലെ, അല്ലെങ്കിൽ ബോറടിക്കുമ്പോൾ അങ്ങനെ വരയ്ക്കുമ്പോൾ അല്ലാണ്ട് അങ്ങനെയായിരുന്നു. പക്ഷെ തിങ്കിൽ വന്നതിന് ശേഷമാണ് അതൊക്കെ മാറിയത്. കുറച്ച് സീരിയസ് ആയി. പിന്നെ കൂടെ ഉണ്ടായിരുന്ന സ്റ്റുഡൻസിൻ്റെ ഒക്കെ വർക്ക് കണ്ടപ്പോൾ എനിക്കും ഒന്ന് വർക്ക് ചെയ്യാൻ തോന്നി. അങ്ങനെ ഇവിടെ ഇരിക്കുന്നു. ഓക്കെ, NID ആണോ ആദ്യം ഫോക്കസ് ചെയ്തിരുന്നത്, അതോ വേറെ ഏതെങ്കിലും ഡിസൈൻ എക്സാംസും കൂടെ ഫോക്കസ് ചെയ്തിട്ടുണ്ടായിരുന്നോ? NID തന്നെയായിരുന്നു ആദ്യം ഫോക്കസ് ചെയ്തിരുന്നത്. ആദ്യം തിങ്കിക്ക് വന്നപ്പോഴാണ് ഞാൻ NIDനെ പറ്റി ആദ്യമായിട്ട് അറിയുന്നത്. അവിടുന്ന് അങ്ങനെ NID ഫോക്കസ് ചെയ്ത് പോകാനായിരുന്നു എൻ്റെ പ്ലാൻ. ബാക്കിയുള്ളവരെല്ലാവരും യൂസിഡും നിഫ്റ്റൊക്കെ എഴുതുന്ന കണ്ടപ്പോൾ ഞാൻ അതിൻ്റെ കൂടെ അതും എഴുതാൻ തീരുമാനിച്ചു. പിന്നെ ടീച്ചർമാർ, അവിടെ പഠിപ്പിക്കുന്ന സ്റ്റാഫുകളും കുറേ പറഞ്ഞു എല്ലാം കൂടി എഴുതിക്കോ, അതായിരിക്കും നല്ലത്. അപ്പോൾ അതിൽ നിന്നും നമുക്ക് എക്സ്പീരിയൻസ് കിട്ടുമല്ലോ. ഓക്കെ, അങ്ങനെയാണെങ്കിൽ UCDനും നിഫ്റ്റിനും എത്രയാ റാങ്ക് കിട്ടിയെന്ന് പറയാവോ? നിഫ്റ്റിന് എനിക്ക് കാറ്റഗറി റാങ്ക് 67 ആയിരുന്നു. UCDന് കാറ്റഗറി റാങ്ക് 30 ആയിരുന്നു. ഓക്കെ, തിങ്കിലെ പ്രിപ്പറേഷൻസ് എങ്ങനെയായിരുന്നു? തിങ്കില് പ്രിപ്പറേഷൻസ് ഭയങ്കര ഫണ്ണായിരുന്നു. പ്രത്യേകിച്ച് അത് കൂട്ടുകാരൊപ്പായ കാരണം നല്ല രസമായിരുന്നു. അപ്പോൾ ഓരോ ക്ലാസ് നമ്മൾ കുറെ പഠിക്കുകയും ചെയ്യും, അതിൻ്റെ കൂടെ നല്ല കളിച്ച് ചിരിച്ചിരിക്കുകയും ചെയ്യും. ഇടയ്ക്ക് കളിച്ച് ചിരിച്ചിരിക്കുമ്പോൾ നമുക്കൊരു അതിൻ്റെ ഒപ്പം വർക്ക് ചെയ്യാൻ നമുക്കൊരു മോട്ടിവേഷൻ പോലെയാണ്. തിങ്ക് എങ്ങനെയാണ് അനസിനെ പ്രിപ്പയർ ചെയ്യിപ്പിച്ചത് NID, UCD, നിഫ്റ്റ് എക്സാംസിനൊക്കെ? തിങ്കിൻ്റെ അറ്റ്മോസ്ഫിയർ തന്നെയാണ് എന്നെ ശരിക്ക് പ്രിപ്പയർ ചെയ്യിപ്പിച്ചത്. അവിടുത്തെ ഭയങ്കര ചിയർഫുൾ ആയിട്ടുള്ള ആൾക്കാരും പിന്നെ ഫാക്കൽറ്റി, ഫ്രണ്ട്സ്, എൻവയോൺമെൻറ്റ്, വർക്ക്സ്, അതൊക്കെ തന്നെയാണ് ശരിക്കും എന്നെ പ്രിപ്പയർ ചെയ്യിപ്പിച്ചത്. അവിടെ ഓരോ ദിവസം ഞാൻ പോകുമ്പോൾ എല്ലാവരും ഉണ്ടാവും. പിന്നെ അവരെ കൂടെ ഇങ്ങനെ അടുത്ത ഏത് വർക്കാണ് ഇനി വരുന്നത് എന്നെ ആൻറ്റിസിപ്പേറ്റ് ചെയ്തിട്ട് ഇരിക്കും. എന്നിട്ട് അത് അവരെ കൂടെ കംപ്ലീറ്റ് ചെയ്യാനൊരു രസമാണ്. ഓക്കെ, തിങ്കിലെ സെലിബ്രേഷൻസ് എങ്ങനെയായിരുന്നു? എനിക്ക് തിങ്ക് സെലിബ്രേഷൻസ് പറയുമ്പോൾ എനിക്ക് ആദ്യം ഓർമ്മ വരുന്നത് ഓണം സെലിബ്രേഷൻസ് തന്നെയായിരുന്നു. ഇപ്പോൾ കാരണം എന്താണെന്ന് വെച്ചാൽ തുടക്കത്തിൽ വന്ന സമയത്തുള്ള സെലിബ്രേഷൻ ആയിരുന്നു അത്. എനിക്ക് എന്താ ചെയ്യേണ്ടതെന്നുള്ളൊരു തപ്പിപ്പിടുത്തം ഉണ്ടായിരുന്നു. ഇപ്പോൾ ഞാൻ സാധാരണ എല്ലാവരും ചെയ്യുന്ന പോലെ ഡെക്കറേഷൻസിന് ഹെൽപ്പ് ചെയ്തു, സദ്യ വിളമ്പാൻ ഹെൽപ്പ് ചെയ്തു, പിന്നെ സദ്യ ഉണ്ടു. ആ സെലിബ്രേഷൻ കാരണമാണ് ഞാൻ പലരുടെയായിട്ടും കമ്പനി ആയത്. അതുകൊണ്ട് എനിക്ക് വല്ലാണ്ട് ടാസ്ക് ഉണ്ടായിരുന്നില്ല. എല്ലാവരും കമ്പനിയാണ് എന്നെ ഹെൽപ്പ് ചെയ്തു ആ സെലിബ്രേഷൻ. പിന്നെ ക്രിസ്മസ് സെലിബ്രേഷൻ ഉണ്ടായിരുന്നു, കേക്ക് മുറിച്ചു നമ്മൾ. പിന്നെ ലാസ്റ്റ് ഡേ അവിടുത്തെ ഫാക്കൽറ്റി നമുക്ക് കേക്ക് മേടിച്ചു തന്നു, നമ്മൾ മുറിച്ചു കഴിച്ചു. രസമായിരുന്നു, എല്ലാവരും ഫോട്ടോ എടുത്തു. എങ്ങനെയായിരുന്നു അനസ് ലാസ്റ്റ് മന്ത് പ്രിപ്പറേഷൻ NIDക്ക് വേണ്ടി? ലാസ്റ്റ് മന്ത് മുമ്പത്തെ പോലെ ഒന്നല്ല, ഭയങ്കര അറ്റ്മോസ്ഫിയർ ആകെ മാറി. എല്ലാവരും ഭയങ്കര ആ എക്സാമിന്റെ ചൂട് കയറി. പിന്നെ അന്ന് വരെ പഠിക്കാത്ത ആൾക്കാരൊക്കെ, ഉഴപ്പി നടന്നിരുന്ന ആൾക്കാരൊക്കെ പഠിക്കാൻ തുടങ്ങി. ടീച്ചർമാര് അവരുടെ കൂടുതൽ ആക്റ്റീവായിട്ട് എൻഗേജ് ചെയ്യാൻ തുടങ്ങി സ്റ്റുഡൻസിനായിട്ട്. കാരണം എന്താന്ന് വെച്ചാൽ സ്റ്റുഡൻസ് അങ്ങോട്ട് ചോദ്യം ചോദിക്കാനും തുടങ്ങി. പിന്നെ ഞാനൊക്കെ തുടക്കത്തിൽ ആകെ ഉണ്ടായിരിക്കലായിരുന്നു. പിന്നെ ടീച്ചർമാരും സ്റ്റുഡൻസിനെ കണ്ടിട്ട് ഞാനങ്ങനെ ചോദ്യം ചോദിക്കാൻ തുടങ്ങി. പിന്നെ ഒരു രസമായിരുന്നു മൊത്തം. ഓക്കെ, ഓരോ സബ്ജക്ട്സിന് എങ്ങനെയാണ് പ്രിപ്പയർ ചെയ്തത്? ഏറ്റവും ഹാർഡുള്ളത് GK തന്നെയാണ്. അപ്പോൾ GK ഒരു പരിധി വരെ എനിക്ക് പ്രിപ്പയർ ചെയ്യാൻ പറ്റുള്ളൂ. കാരണം എനിക്ക് ഹാർഡാവാൻ ഒരു കാരണം ഉണ്ടല്ലോ. ഇത് ഹാർഡായ കാരണം തന്നെ നമ്മൾ കുറെ പഠിക്കാൻ നോക്കില്ല. എന്നെ പോലത്തെ ആൾക്കാർ ഇത്തിരി പഠിക്കും, പിന്നെ ബാക്കി വരുന്ന വെച്ച് കാണാമെന്ന് വിചാരിക്കും. NID സ്റ്റുഡിയോ ടെസ്റ്റിന്റെ പ്രിപ്പറേഷൻസ് എങ്ങനെയായിരുന്നു? സ്റ്റുഡിയോ ടെസ്റ്റ് പ്രിലിംസിന്റെ പ്രിപ്പറേഷനെ വെച്ച് നോക്കുമ്പോൾ ഭയങ്കര ഡിഫറൻ്റ് ആയിരുന്നു. സ്റ്റുഡിയോ ടെസ്റ്റിൽ നമ്മൾ മെയിനായിട്ട് ചെയ്തിരുന്ന വർക്കിംഗ് മോഡൽ ഉണ്ടാക്കുക, അങ്ങനെ ഓരോ മോഡൽ ഉണ്ടാക്കൽ തന്നെയായിരുന്നു. പിന്നെ മെറ്റീരിയൽ വെച്ചിട്ട് യൂട്ടിലൈസ് ചെയ്യുക, അങ്ങനത്തെ ഒക്കെ ആയിരുന്നു. ഓരോരുത്തരുടെ മെറ്റീരിയൽ ഉണ്ടാക്കുന്നതൊക്കെ കാണുമ്പോൾ എന്നെക്കാളും ഭയങ്കര കഴിവുള്ളവരൊക്കെ ചെയ്യുന്നുണ്ടാവുക. അപ്പോൾ അവരൊക്കെ കാണുമ്പോൾ ഒരു മോട്ടിവേഷൻ കയറും. പിന്നെ ഞാൻ എന്തെങ്ങനെ ആയിപ്പോയെ, എനിക്കും ഇങ്ങനെ ചെയ്തുകൂടെ എന്നൊക്കെ തോന്നും. അപ്പോൾ ഞാൻ അങ്ങനെ ആ മോട്ടിവേഷനിൽ കയറിയിട്ട്, ആ ചൂടിൽ കയറിയിട്ട് ഞാൻ അങ്ങനെ പെർഫോം ചെയ്യും. പലപ്പോഴും കൊളാവേ ചെയ്യുക. പക്ഷെ നമ്മൾ ഇത്ര പണിയെടുക്കുന്ന വെറുതെ അല്ലല്ലോ. അതുകൊണ്ട് ഒരു എക്സാം ക്രാക്ക് ചെയ്യാൻ വേണ്ടിയിട്ടല്ലേ. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഗിവ് അപ്പ് ചെയ്യില്ല, സ്ട്രോങ് ആയിട്ട് നിൽക്കും. ഓക്കെ, ലാസ്റ്റ് മന്ത് പ്രിപ്പറേഷൻ ചെയ്തു. ഇപ്പം നമ്മൾ എക്സാമിലോട്ട് പോവുകയാണ്. NID, UCD, നിഫ്റ്റ് 3 എക്സാംസും എഴുതി. അപ്പോൾ എങ്ങനെയായിരുന്നു ഈ എക്സാംസിന്റെ എക്സ്പീരിയൻസ്? സത്യം പറഞ്ഞാൽ എല്ലാ എക്സാം ഒരേപോലെ തന്നെയായിരുന്നു എൻ്റെ ഒരു ഇതിൽ. കാരണം എല്ലാത്തിലും ഈക്വലായിട്ട് വരക്കലുണ്ടായിരുന്നു, ക്രിയേറ്റീവായിട്ട് ചെയ്യലുണ്ടായിരുന്നു. അതേപോലെ അരിത്മെറ്റിക്സ്, GK. ഓക്കെ, ഇപ്പോൾ എക്സാം എല്ലാം എഴുതി. ഇപ്പോൾ സ്റ്റുഡിയോ ടെസ്റ്റിനെ കുറിച്ചൊന്ന് പറയാമോ? അത് പ്രിലിംസ് വെച്ച് നോക്കുമ്പോൾ സ്റ്റുഡിയോ ടെസ്റ്റ് ഭയങ്കര ഫണ്ണായിരുന്നു.
ശരിക്ക് ബാംഗ്ലൂർ വരെ പോയി എഴുതേണ്ടി വന്നു. പക്ഷെ നല്ല രസമായിരുന്നു സ്റ്റുഡിയോ ടെസ്റ്റ് സാധാ പ്രിലിംസിനെക്കാട്ടിയും ഹാർഡായിരിക്കും എന്നാണ് വിചാരിച്ച് പോയി എഴുതിയത്. പക്ഷെ തുടക്കത്തിൽ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഹാർഡ് തന്നെയായിരുന്നു. പിന്നെ അവിടുന്ന് ഒരു പിടുത്തം കിട്ടി, എന്നിട്ട് അങ്ങനെ എഴുതി പോന്നു. പക്ഷെ പിന്നെ അതിൽ ലാസ്റ്റ് മോഡൽ മേക്കിംഗ് ഉണ്ടായിരുന്നു. മോഡൽ മേക്കിംഗ് ഇല്ലാന്ന് വിചാരിച്ചാൽ സന്തോഷത്തോടെ ഇരിക്കുന്നു, പക്ഷെ അതുണ്ടായിരുന്നു. അതുകൊണ്ട് അവിടെ വീണ്ടും ഹാർഡായി. പക്ഷെ ഞാൻ ചെയ്ത വർക്ക്, മൈ വർക്ക് വിൽ നോട്ട് ബിട്രേ മീ, സോ യെസ്, അങ്ങനെ ക്രാക്ക് ചെയ്തു അല്ലേ അങ്ങനെ ക്രാക്ക്. NID? ഓക്കെ, എക്സാംസ് എല്ലാം എഴുതി, റിസൾട്ട് വന്ന ദിവസം എന്തായിരുന്നു അനസിന്റെ റിയാക്ഷൻ, അതേപോലെ പാരന്റ്സിന്റെ റിയാക്ഷൻസ്? ഭയങ്കര ഹാപ്പി ആയിരുന്നു റിസൾട്ട് വന്ന ദിവസം. പാരന്റ്സ് ഇവിടെ ഉണ്ടായിരുന്നില്ല, പാരന്റ്സ് ദുബായിലായിരുന്നു. അവരോട് പറഞ്ഞു, അവരും ഹാപ്പി ആയിരുന്നു. പിന്നെ എനിക്ക് തുടക്കം തൊട്ട് തന്നെ പാരന്റ്സിന് സപ്പോർട്ട് ഉണ്ട്. ചെറുപ്പം തൊട്ട് കുറച്ച് വരയ്ക്കുമായിരുന്നു. അപ്പോൾ അവർക്കറിയാം ഞാൻ വരക്കുന്നു, എനിക്കിഷ്ടമുള്ള മേഖല ഡ്രോയിങ് ആണ്. അതുകൊണ്ട് അവര് സപ്പോർട്ട് ചെയ്തിരുന്നു. അതുകൊണ്ട് പാരന്റ്സിന്റെ സൈഡിൽ നിന്നുള്ള ഒപ്പോസ്മെന്റ് ഇങ്ങനെ ഇതൊന്നും ഉണ്ടായിരുന്നില്ല. ഓക്കെ, ഇപ്പം ഈസിയസ്റ്റ് സബ്ജക്റ്റ് അല്ലെങ്കിൽ ഫേവറേറ്റ് സബ്ജക്റ്റ് ഡ്രോയിങ് എന്ന് പറഞ്ഞായിരുന്നു. അപ്പോൾ ടഫസ്റ്റ് സബ്ജക്റ്റ് ഏതാണ്? ടഫസ്റ്റ് GK എത്ര പഠിച്ചാലും വേണ്ട ചോദ്യങ്ങൾ വരില്ല, ക്വസ്റ്റ്യൻ പേപ്പറിൽ വരില്ല. GK ടഫസ്റ്റ് സബ്ജക്റ്റ് എന്ന് പറഞ്ഞു. അപ്പോൾ അതെങ്ങനെയാണ് കൗണ്ടർ ചെയ്തത്? GK കൗണ്ടർ ചെയ്ത് എങ്ങനെയാണെന്ന് ചോദിച്ചാൽ മെയിനായിട്ട് ക്ലാസ്സിൽ നിന്ന് തന്നെ. ക്ലാസ്സിൽ ഫാക്കൽറ്റി പഠിപ്പിക്കുന്ന ക്ലാസ്സൊക്കെ ശരിക്കും കേട്ടിരിക്കും. അത് കേട്ടിരിക്കാനൊരു രസമാണ്. പിന്നെ കുറെ അറിയാത്ത കാര്യങ്ങൾ കുറെ പഠിച്ചു. പിന്നെ മെയിനായിട്ട് അത് കൂടാതെ തിങ്ക് തന്നെ നടത്തിയിരുന്ന ഒരു സൂം മീറ്റിംഗ് ഉണ്ടായിരുന്നു. അതില് അലുമിനീസ് വന്നിരുന്നു, NID അലുമിനീസ്. അപ്പൊ അവരുടെ കൂടെ ഇരുന്നിട്ട് അവർ കുറെ ടിപ്സ് പറഞ്ഞു. ഞാൻ മാത്രമല്ല, കുറെ ആൾക്കാരുണ്ടായിരുന്നു. അപ്പൊ ഞങ്ങൾക്ക് എല്ലാവരും മാറി മാറി ചോദ്യങ്ങൾ ചോദിച്ചു അവരോട്. അവരങ്ങനെ ഉത്തരം പറഞ്ഞു. കുറെ ആൾക്കാരുണ്ടായിരുന്നു, ഒരു 2-3 അലുമിനീസ് ഉണ്ടായിരുന്നു. അപ്പൊ അവരുടെ ഹെൽപ്പും കാരണം അവര് GK എങ്ങനെ പഠിക്കണ്ടെന്നൊക്കെ പറഞ്ഞു. അങ്ങനെ ഓരോ ടിപ്സ് കിട്ടിയിട്ടാണ് GK നമ്മൾ കയ്യിലെടുത്തത്. പിന്നെ എക്സാം പേപ്പർ എഴുതിയ ആളുടെ നന്മയാണെന്ന് അറിയില്ല, GK ക്വസ്റ്റ്യൻസ് കുറവായിരുന്നു. ഫ്യൂച്ചർ ആസ്പിറൻസിനോട് എന്ത് ടിപ്സ് ആണ് അനസിന് കൊടുക്കാനുള്ളത്? ഇപ്പോൾ ഫ്യൂച്ചർ ആസ്പിറൻസ് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ കൂടുതൽ ആൾക്കാർ NID അറിയാത്തവരായിരിക്കും, അല്ലെങ്കിൽ ഡിസൈൻ ഫീൽഡിലേക്ക് ആദ്യമായിട്ട് വരുന്നവരൊക്കെ ആയിരിക്കും. ഈ ഡിസൈനിനെ പറ്റി മുമ്പ് അറിയുന്ന ആൾക്കാർ ഭയങ്കര കുറവാണ്. എൻ്റെ എക്സ്പീരിയൻസിൽ നിന്നും ഭയങ്കര കുറവാണ്, മൈസെൽഫ് ഇൻക്ലൂഡഡ്. എനിക്ക് അറിയണ്ടായിരുന്നില്ല ഇതിനെ പറ്റിയിട്ടൊന്നും അധികം, എക്സാമിനെ പറ്റിയിട്ടൊക്കെ. എല്ലാവരും നന്നായിട്ട് വരക്കണം എന്നില്ല, NIDക്ക് കയറാനും നന്നായിട്ട് വരക്കണം എന്നൊന്നുമില്ല. ശരിക്ക് നമ്മുടെ ഐഡിയ ഉണ്ടായാൽ മതി. ക്രിയേറ്റീവായിട്ടുള്ള തിങ്കിങ് നമുക്ക് ഉണ്ടോ എന്നാണ് NID ഒക്കെ ചെക്ക് ചെയ്യുക. പിന്നെ നമ്മൾ ഏത് എക്സാം എഴുതുമ്പോഴും ഒരു കാര്യം നോക്കിയാൽ മതി, നമ്മുടെ ഈ ഐഡിയ ഭയങ്കര യൂണീക്ക് ആയിരിക്കണം. പിന്നെ ഈ ഐഡിയ നമ്മൾ എങ്ങനെ കൺവേ ചെയ്യുന്നു എന്ന് അവർ നോക്കും. നിങ്ങൾ വരക്കാറില്ല എന്ന് പറഞ്ഞ് പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. അപ്പോൾ നിങ്ങൾക്ക് ഐഡിയ ഉണ്ടായാൽ മതി. പിന്നെ ബാക്കിയുള്ളതൊക്കെ തിങ്കിൽ വന്നാൽ നിങ്ങൾക്ക് അവിടെ നിന്ന് കിട്ടും. ഓക്കെ, നമുക്ക് അടുത്തൊരു സെഷനിലോട്ട് പോവാം. ഇതിന്റെ പേര് റാപ്പിഡ് ഫയർ എന്നാണ്. ഞാൻ കുറച്ച് ക്വസ്റ്റ്യൻസ് ചോദിക്കും, അതിൽ 1 വേർഡ് അല്ലെങ്കിൽ ഒരു സെന്റൻസിൽ ആൻസർ പറയാം. ഓക്കെ, ഇഫ് നോട്ട് ഡിസൈൻ, വിച്ച് ഫീൽഡ്? പൈലറ്റ്. ബെസ്റ്റ് മൊമെന്റ് ഇൻ തിങ്ക്? ലൈവ് സ്കെച്ച്. ഫേവറേറ്റ് കളർ? യെല്ലോ. ഡിജിറ്റൽ ആർട്ട് ഓർ സ്കെച്ച് ബുക്ക്? ബോത്ത്. ഫേവറേറ്റ് ഡ്രോയിങ് മീഡിയം? പെൻസിൽ. One thing that you collect a lot? Nothing. I collect random. I collect a lot of things. ക്രിയേറ്റീവ് ബ്ലോക്ക് എങ്ങനെയാണ് ഓവർകം ചെയ്യുന്നത്? ക്രിയേറ്റീവ് ബ്ലോക്ക് ഉണ്ടാകുമ്പോൾ ഞാൻ ഉറങ്ങിയിരിക്കുമ്പോൾ നല്ല എനർജി. മ്യൂസിക് ദാറ്റ് ഹെൽപ്പ് യു ഡിസൈൻ? പോപ്പ് മ്യൂസിക്. NID സ്റ്റുഡിയോ ടെസ്റ്റിൽ എന്തൊക്കെ മെറ്റീരിയൽസ് ആണ് കിട്ടിയിരുന്നത്? ഒരു ബ്രൗൺ പേപ്പർ കിട്ടി, കുറച്ച് റബ്ബർ ബാൻഡ്, പിന്നെ ബാർബിക്യൂ സ്റ്റിക്ക്. ഫസ്റ്റ് തിങ് യു പാക്ക് ഫോർ NID Ahmedabad? ഡ്രസ്. Okay, thank you Anas for this session. All the best for the future. Thank you, sir.